ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നോ എന്നാണ് താങ്കളുടെ ഉത്തരമെന്ന് പറഞ്ഞു. ഞാൻ അതിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം പോലുള്ള 4 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിച്ചു കയറാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ നേതൃത്വം വെച്ച് പുലർത്തുന്നുണ്ട്. അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും താങ്കൾ നോ എന്നാണോ മറുപടി പറഞ്ഞത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു യാഥാർത്ഥ്യം ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്ത് അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതിന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരേ ഒരു വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിയമമോ അല്ലെങ്കിൽ 2-3 സീറ്റും മാത്രമല്ല, കേരളത്തിൽ നിർണായകമായിട്ടുള്ള ഒരു MLA-മാരുടെ സാന്നിധ്യം നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, ഒരു ദയവായിട്ടൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിൽ ഈ രണ്ട് മുന്നണികളെയും ജനം വെറുത്തു, യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ LDF-ന്റെ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് വസീം ചർച്ചയിലുണ്ടല്ലോ, LDF-ന്റെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം അവരുടെ പുറത്തുവിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താ അറിയോ? അടുത്ത 5 വർഷം കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കും. അപ്പൊ ഈ 10 വർഷം വരെ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ ശരാശരി മുന്നിൽ നിൽക്കുന്ന ഈ കേരളമാണ്. 1ാം റാങ്ക് നേടിയ ഒരു പെൺകുട്ടിക്ക് പോലും ഇവർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ 10 വർഷം വരെ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഈ കുറ്റകരമായിട്ടുള്ള രീതിയിലുള്ള നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി 25 പ്രാവശ്യം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിക്ഷേപം സമാഹരിക്കാനായിട്ട് പോയി. KSIDCയുടെ ഒരു വിവരാവകാശ രേഖ ഒരു മാധ്യമപ്രവർത്തനം അത് പുറത്തു കൊണ്ടുവന്നു 1.5 മാസം മുമ്പ്. അതിൽ പറയുന്നത് എന്താ? ഒരൊറ്റ ഇന്ത്യൻ രൂപ പോലും ആ നിക്ഷേപമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. തൊട്ടടുത്ത സംസ്ഥാനത്തെ സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഞങ്ങളുടെ എതിരാളിയാണ് രാഷ്ട്രീയപരമായിട്ട്. പക്ഷെ അദ്ദേഹം 3 തവണ മാത്രമേ പോയിട്ടുള്ളൂ. 1,28,000 കോടി രൂപ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. UP മുഖ്യമന്ത്രി 2 തവണ വിദേശത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. 1,16,000 കോടി രൂപ ആ സംസ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കുന്നു. കേരളം ആ കാര്യത്തിൽ ദൂർത്തടിക്കാൻ വേണ്ടി, ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഘോഷയാത്ര നടത്തിയത്. ഞാൻ എൻഡിഎക്ക് എത്ര സീറ്റ് കിട്ടും? എന്തെങ്കിലും വസ്തുതകൾ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും? അത് പറയാനൊന്നും ഞാനല്ല. ഞങ്ങളൊരു നിർണായക ശക്തിയാവും കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങൾ. അതാണ് അതായത് BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു റോൾ ഉണ്ടാകും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറാണ്. എന്ത് റോൾ, ഏത് റോളിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഭരണം എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു വലിയ റോൾ ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു വസ്തുതാപരമായ സത്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.